വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. വീഞ്ഞ് തികയാതെ വന്നപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും വന്നിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. യൂതന്മാരുടെ ശുചീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണി അവിടെ ഉണ്ടായിരുന്നു. അവ ഓരോന്നിലും 2-3 കുടം വെള്ളം കൊള്ളുമായിരുന്നു. ഈശോ അവരോട് പറഞ്ഞു, ആ ഭരണികളിൽ വെള്ളം നിറയ്ക്കുക. അവർ അവ വക്കോളം നിറച്ചു. അവൻ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ പകർന്നെടുത്ത് പന്തിത്തലവൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലുക. അവർ കൊണ്ടുചെന്നു. ആ പന്തിത്തലവൻ വീഞ്ഞായി തീർന്ന ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ആ വെള്ളം കോരിയ പരിചാരകർ അതറിഞ്ഞിരുന്നു. അതുകൊണ്ട് അയാൾ മണവാളനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞാണ് കൊണ്ടുവരുന്നത്, ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ ഇതുവരെ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചല്ലോ. ഈശോ ഇത് ഗലീലിയായിലെ ഖാനായിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം പ്രകടമാക്കിയ 1-ാമത്തെ അത്ഭുതമാണ്. അവൻ്റെ ശിഷ്യർ അവനിൽ വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ പ്രിയപ്പെട്ട വധൂവരന്മാരെ, സഹോദരങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും പേരിൽ നിങ്ങൾക്കിരുവർക്കും വിവാഹത്തിൻ്റെതായ എല്ലാ മംഗളങ്ങളും തിരുസഭയുടെ നാമത്തിൽ സ്നേഹപൂർവ്വം നേരുന്നു. ഇന്നതുപോലെ എന്നും ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് സഹായിയും സുഹൃത്തുക്കളുമായിട്ട് വ്യാപരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങി വച്ചിരിക്കുന്ന ഈ വലിയ കാൽവയ്പ് സുധീരം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ അവസരത്തിൽ 1-2 കാര്യങ്ങൾ പ്രത്യേകം നമുക്കറിയാവുന്നത് ഒന്നുകൂടെ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഇതൊരു വെറും സത്യപ്രതിജ്ഞയോ ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കലോ മാത്രമല്ല, സഭയിലെ ഒരു വലിയ സംഭവം, തിരുസഭ മുഴുവനും സന്തോഷിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധമായ കൂദാശയിലാണ് നാം സംബന്ധിക്കുന്നത്. കർത്താവിൻ്റെ വാഗ്ദാനമനുസരിച്ച്, സഭയുടെ കൽപ്പനയനുസരിച്ച് ഈശോ മിശിഹ പ്രത്യേകമാം വിധം ഇവിടെ സന്നിഹിതനാവുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ വലിയ അടയാളവും കർത്താവിൻ്റെ സാന്നിധ്യം യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്ന ഉദ്ധിതനായ മിശിഹ സന്നിഹിതനാവുന്ന ഒരു മഹോന്നതമായ ആഘോഷപരമായ സന്തോഷപരമായ ചടങ്ങാണ്. നിങ്ങളെ ആശീർവദിക്കുവാൻ മിശിഹാ തമ്പുരാൻ, മഹത്വത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റ മിശിഹാ തമ്പുരാൻ തന്നെ ഇവിടെ സന്നിഹിതനാവുകയാണ്. ദൈവം മിശിഹായോടൊപ്പം നിങ്ങളേവരെയും സ്വർഗത്തിൽ നിത്യമഹത്വം അണിയിക്കുവാൻ, അവിടുത്തോടൊപ്പം നിത്യകാലം നിത്യസന്തോഷത്തിൽ വാഴുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ പരിശുദ്ധ പിതാവ്, ഇപ്പോൾ വിശുദ്ധനായ 10-ാം പിയൂസ് പിതാവിൻ്റെ മാർപ്പാപ്പ ഇപ്പോൾ അമ്മയുടെ കയ്യിലിരുന്ന മോതിരം കാണിച്ചുകൊണ്ട് ആ പരിശുദ്ധ പിതാവിനോട് പറഞ്ഞു, മോനെ, ഈ മോതിരം എൻ്റെ കയ്യിലില്ലായിരുന്നെങ്കിൽ നിൻ്റെ കയ്യിൽ ആ മോതിരം ഉണ്ടാകുമായിരുന്നില്ല എന്ന്. എല്ലാ കൂദാശകളുടെയും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനമാണ് വിവാഹം, കുടുംബം എന്നുള്ള സത്യം അടിവരയിട്ട്
ഇവിടെ പ്രസ്താവിക്കപ്പെടുകയാണ്. കുടുംബമില്ലെങ്കിൽ സമൂഹമില്ല, കുടുംബമില്ലെങ്കിൽ തിരുസഭയില്ല, കുടുംബമില്ലെങ്കിൽ മനുഷ്യ സമൂഹം, മനുഷ്യ സമുദായമില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ ശ്രദ്ധയും ഏറ്റവും വലിയ താല്പര്യവും നമ്മൾ എടുക്കേണ്ട സമൂഹത്തിൻ്റെ, ലോകത്തിൻ്റെ കേന്ദ്രബിന്ദുവായ കുടുംബം, ഒരു പുതിയ കുടുംബത്തിന് അടിസ്ഥാനമിടുന്ന ഈ അവസരത്തിൽ അതേപ്പറ്റിയെല്ലാം നാം ചിന്തിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. കുടുംബം നമുക്കറിയാം, അത് വെറും കല്ലുകൾ കൊണ്ട് കെട്ടിപ്പടുക്കപ്പെട്ട ഒരു വീടല്ല, അത് മനുഷ്യഹൃദയങ്ങളുടെ യോജിപ്പിലാണ് അടങ്ങിയിരിക്കുന്നത്. എ ഹോം ഈസ് നോട്ട് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റോൺസ് ബട്ട് ഹാർട്ട്സ്. ഹൃദയങ്ങളുടെ പൊരുത്തവും ഹൃദയങ്ങളുടെ ഐക്യവുമാണ് ഒരു കുടുംബത്തെ കുടുംബമാക്കി തീർക്കുന്നത്. അല്ലാതെ എത്ര വലിയ മണിമന്ദിരത്തിൽ താമസിച്ചാലും, എത്ര വലിയ മണിമന്ദിരം കെട്ടിപ്പൊക്കിയാലും, എത്ര വലിയ ആടയാഭരണങ്ങൾ അണിഞ്ഞാലും ആ കുടുംബം കുടുംബമായിരുന്നു വരികയില്ല. അവിടെ സ്നേഹമില്ലെങ്കിൽ, നിർവാജ്യവും നിരുപാധികമായ സ്നേഹവും സമർപ്പണവുമാണ് കുടുംബത്തെ കുടുംബമാക്കി തീർക്കുന്നത്. ശിലാഹൃദയർ താമസിക്കുന്ന ബന്ധമില്ലാത്ത കെട്ടിടമല്ല കുടുംബം എന്ന് നാം എപ്പോഴും ഓർത്തിരിക്കണം. കെട്ടിടം മോശമായാലും, ഭവനം ചോർന്നൊരിക്കുന്നതായാലും, വസ്ത്രം മോശപ്പെട്ടതാണാലും, ഭക്ഷണം ചെറുതാണെങ്കിലും, അല്ലെങ്കിൽ ഭക്ഷണമേശ ചെറുതാണെങ്കിലും, അവിടെ സ്നേഹത്താൽ തുടിക്കുന്ന ഹൃദയമുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനമുണ്ടാവും, അവിടെ സ്നേഹത്തിൻ്റെ ഒരു സമ്മേളനമുണ്ടാവും, അവിടെ ദൈവം ആശീർവദിക്കുന്ന വ്യക്തികളുണ്ടാവും. അതുകൊണ്ട് കുടുംബത്തിൽ പങ്കുചേരലും പരിഗണനയും കളിചിരിയും ഉണ്ടെങ്കിലേ അത് കുടുംബമാവുകയുള്ളൂ. ചിലപ്പോൾ ചില നീരസങ്ങളും ചില സൗന്ദര്യപ്പിണക്കങ്ങളും സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാം. മനുഷ്യ വ്യക്തികളെന്ന നിലയിൽ മലാഹമാരല്ല കുടുംബത്തിൽ വസിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് പരസ്പരം ക്ഷമിച്ചും പുറത്തും ജീവിക്കുമ്പോൾ ഈ നമ്മുടെ ഈ ലോകത്തിലെ ഈ വാസസ്ഥലമായ നമ്മുടെ കുടുംബം സ്വർഗത്തിലെ, ഭൂമിയിലെ സ്വർഗമായിട്ട് തീരുന്നു. തെറ്റുകൾ ഉണ്ടാകും, ചെറിയ ചെറിയ പെശകളുണ്ടാകും. മനുഷ്യരെന്ന നിലയിൽ എല്ലാവർക്കും തെറ്റുകളുണ്ടാകും. പക്ഷേ നാം മനസ്സിലാക്കണം, എല്ലാത്തിനും അടിസ്ഥാനം സ്നേഹമാണ്. എല്ലാത്തിനും അടിസ്ഥാനമായ സ്നേഹം കൈവിട്ടു പോയാൽ മറ്റെല്ലാം പോയിപ്പോകും. സ്നേഹം തെറ്റുകളുടെ കണക്കൊരിക്കലും സൂക്ഷിക്കുന്നില്ല. എന്തെല്ലാം തെറ്റുകൾ ചെയ്താലും ഒരമ്മ തൻ്റെ മകൻ മോശക്കാരനാണെന്ന് സാധാരണ രീതിയിൽ ഒരിക്കലും പറയുകയില്ല. ഇതുപോലെ അത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. സ്നേഹത്തിൻ്റെ അടയാളമാണ് ക്ഷമിക്കുക എന്നുള്ളത്. സ്നേഹത്തിൻ്റെ പ്രധാന ഘടകമാണ് ക്ഷമ എന്നത്. അതുകൊണ്ട് സ്നേഹം ഒരിക്കലും തെറ്റുകളെ എണ്ണി നോക്കുകയില്ല. സ്നേഹം എപ്പോഴും ക്ഷമിക്കുവാനും പൊറുക്കുവാനുമായിട്ട് തയ്യാറുള്ളതായിരിക്കും. ഒരു ശരീരം പോലെ ജീവിക്കണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന്. ഒരു കാലിൽ, ഏറ്റവും നിസ്സാരമായ കാലിൽ ഒരു ചെറിയ മുള്ളു കൊണ്ടാൽ തല അന്ന് ഉറങ്ങുകയില്ല. തലയ്ക്ക് തലവേദനയായിരിക്കും. സർവ്വശ്രദ്ധയും ആ കാലിലെ ചെറിയ പരുവിൻ്റെ കാര്യങ്ങളിലായിരിക്കും. അങ്ങനെയെങ്കിൽ ഹൃദയവും ശിരസും പോലെ ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ എത്രമാത്രം ശ്രദ്ധയോടും താല്പര്യത്തോടും കൂടെ പരസ്പരം ക്ഷമിച്ചും സഹിച്ചും തെറ്റുകൾ പുറത്തും സ്നേഹത്തിൽ മുന്നേറണം എന്ന് നാം മനസ്സിലാക്കുക. സ്നേഹത്തിൻ്റെ ഈ പ്രധാന ഘടകമില്ലെങ്കിൽ അത് കുടുംബമായി തീരുകയില്ല. അതുപോലെ മറ്റൊരു പ്രധാന കാര്യവും കൂടെ ഈ അവസരത്തിൽ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, പ്രാർത്ഥന. കുടുംബം
ഫുൾട്ടൻ ഷീൻ എന്ന് വിശുദ്ധനും മഹാസുവിശേഷ പ്രഘോഷകനുമായ ഫുൾട്ടൻ ഷീൻ ബിഷപ്പ് പറയുകയുണ്ടായി, വിവാഹം എന്ന് പറയുമ്പോൾ അത് ഭാര്യയും ഭർത്താവും മാത്രം ഉള്ള ഒരു സന്ധിപ്പ് അല്ലെങ്കിൽ ഒരു ഉടമ്പടി അല്ല. 3 പേര് അതിനകത്തുണ്ട്. അതിലേതെങ്കിലും ഒരാളും ഇല്ലെങ്കിൽ ആ കുടുംബമായി തീരാൻ പോകുന്നില്ല. അതായത് ഈശോ മിശിഹായും ഭർത്താവും ഭാര്യയും, ഇങ്ങനെ 3 പേര് ഇതിൻ്റെ അകത്തുണ്ട്. ഇതിലേതെങ്കിലും ഒരാൾക്ക് പ്രാധാന്യം കുറഞ്ഞു പോയാൽ ആ കുടുംബം ബലക്ഷയമായി പോകും എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഫാമിലി, കുടുംബം, അത് എപ്പോഴും ഈശോ മിശിഹായോട് ബന്ധപ്പെട്ട് പ്രാർത്ഥനയിൽ ബന്ധപ്പെട്ട് ഇരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതിന് ബലക്ഷയം വരും, അത് ആപത്തിലേക്ക് നീങ്ങിയേക്കാം. അതുകൊണ്ട് ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്നുള്ള സത്യം എപ്പോഴും നാം മനസ്സിലാക്കുക. പ്രാർത്ഥനയിൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം ദൈവത്തോട് ഈശോ മിശിഹായോട് ആലോചന ചോദിച്ചുകൊണ്ട് പരസ്പരം ബഹുമാനിച്ചും ആദരിച്ചും ജീവിക്കുവാനായിട്ട് നാം പരിശ്രമിക്കണം. കർത്താവ് നമ്മുടെ കൂടെയിൽ ഉണ്ടെങ്കിൽ, കർത്താവ് നമ്മുടെ പടവിലുണ്ടെങ്കിൽ, കർത്താവ് നമ്മുടെ ആഘോഷത്തിലുണ്ടെങ്കിൽ, കർത്താവും ദൈവമാതാവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ ഭയപ്പെടണം? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആര് നമുക്കെതിര്? ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാനായിലെ കല്യാണ വിരുന്നിലെ സംഭവം ഇത് തന്നെയാണ്. നമുക്ക് വീഞ്ഞു തീർന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അരൂപി കുറഞ്ഞു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ രസം കുറഞ്ഞു പോകുമ്പോൾ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ഈശോ മിശിഹ ഉണ്ടെങ്കിൽ, ദൈവമാതാവിനെ ഈശോ മിശിഹായെയും അവിടെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടാനില്ല. അവിടത്തേക്കൊന്ന് വിശ്വാസത്തോടെ അവിടുത്തെ പക്കലേക്കൊന്ന് നോക്കിയാൽ മതി. എല്ലാം ശരിയാവും, ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിൻ്റെ സമയത്തിൽ. അതുകൊണ്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പ്രാർത്ഥനയിൽ കുടുംബത്തിൻ്റെ ഒരു അവിഭാജ്യ പടമായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധം, പ്രാർത്ഥന നിലനിർത്തണം എന്നുള്ള. അതുകൊണ്ട് വീടിൻ്റെ ആത്മാവാണ് ഇവ രണ്ടും. അതായത് നിർഭാജ്യമായ സ്നേഹവും ഈശോ മിശിഹായോട് പ്രാർത്ഥനയിലുള്ള ബന്ധവും. അതുകൊണ്ട് ഈ മംഗളമുഹൂർത്തത്തിൽ ഞാൻ ദീർഘിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. പ്രാർത്ഥിക്കുന്ന കുടുംബമായിട്ട് നിങ്ങളുടെ കുടുംബം തീരട്ടെ. സ്നേഹത്തിൽ കെട്ടിപ്പിടപ്പെട്ട, പരസ്പരം ക്ഷമിച്ചും പുറത്തും ജീവിക്കുന്ന ഒരു കുടുംബമായിട്ട് നിങ്ങൾ തീർന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സ്വർഗീയ ജീവിതം ഇവിടെ തന്നെ ആരംഭിക്കുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ വിൻസെൻ്റ് ഡി പോൾ സംഘടന രൂപീകരിച്ച പെട്രിക്കോസാന പുണ്യവാൻ, അദ്ദേഹം ഇങ്ങനെ സാമൂഹിക പ്രവർത്തനങ്ങളിലെല്ലാം ഈടുപെട്ട് ശ്രദ്ധിച്ചു നടക്കുകയായിരുന്നു. അപ്പോൾ വിയാരിയച്ഛൻ വിളിച്ചൊരിക്കൽ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, എന്നാൽ ഒരു കല്യാണമെങ്കിലും കഴിക്കുക, എന്നാൽ ഒരു സഹായത്തിന് ഒരാളുണ്ടാവുമല്ലോ, ഭാര്യ ഉണ്ടാവുമല്ലോ എന്ന്. അങ്ങനെ നിർബന്ധിച്ച് പുണ്യവാനോട് പറഞ്ഞു. പുണ്യവാൻ അത് ഏറ്റു. അങ്ങനെ വിവാഹം കഴിച്ചു. പെട്രിക്കോസാന പുണ്യവാൻ വാഴ്ത്തപ്പെട്ട നിലയിലായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പെട്രിക്കോസാന പുണ്യവാനായി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ആത്മായ സംഘടന സ്ഥാപിച്ച വിൻസെൻ്റ് പോളിൻ്റെ നാമധേയത്തെ സ്ഥാപിച്ച പുണ്യവാനാണ്. അങ്ങനെ വിവാഹിതനായ ഫെഡറിക്കോസാനാമിനോട് 1 വർഷത്തിന് ശേഷം വിയാരിയച്ഛൻ ചോദിച്ചു, എങ്ങനെയുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ്, നിങ്ങളെങ്ങനെ പിന്നീട് കണ്ടില്ലല്ലോ, സുഖമാണോ എന്ന് ഫെഡറിക്കോസാന പുണ്യവാനോട് വിയാരിയച്ഛൻ ചോദിച്ചപ്പോൾ ഫെഡറിക്കോസാന പറഞ്ഞു, വിയാരിയച്ഛ, എനിക്ക് വളരെ സുഖം. എൻ്റെ ഭാര്യ എനിക്കൊരു കാവൽ മാലാഹ പോലെയാണെന്ന്. എൻ്റെ ഭാര്യ എനിക്കൊരു കാവൽ മാലാഹ പോലെയാണെന്ന്. പരസ്പരം കാവൽ മാലാഹമാരായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വിവാഹിതരാകുന്നത്. പരസ്പരം സഹായിയായിട്ടും പരസ്പരം തുണയായിട്ടും പരസ്പരം എപ്പോഴും ഊണിലും, കാവൽ മാലാഹയുടെ ജോലി നമുക്കറിയാം, ഊണിലും ഉറക്കത്തിലും എപ്പോഴും തിന്മയിലേക്ക് നമ്മൾ